ഹരേ കൃഷ്ണ. ഗരുഡനും ഹനുമാനുമായുള്ള യുദ്ധമാണ് ഞാനിവിടെ പറയുന്നത്. ഗരുഡൻ വേദന കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ച് വിലപിച്ചുകൊണ്ട് നിലത്ത് കിടന്നിട്ടുണ്ട്. അത് കണ്ട് പരിഭ്രാന്തനായ ജനം ബലരാമ സന്നിധിയിലെത്തി വിവരം അറിയിപ്പിച്ചു. മഹാത്മൻ, ഗരുഡൻ ആ വാനരന്റെ തല്ലുകൊണ്ട് ചകാറായിരിക്കുന്നു. ഇനിയും അവനെ ബന്ധിച്ചില്ലെങ്കിൽ അവനെ ദ്വാരക തന്നെ ചിലപ്പോൾ തകർത്തെന്ന് വരും. പണ്ടൊരു കുരങ്ങൻ ലങ്ക തകർത്തെന്ന് കേട്ടിരുന്നുവല്ലോ. ഒരു പക്ഷേ അവൻ തന്നെ ആയിരിക്കുമോ ഇവൻ? ഇത് കേട്ട് ബലരാമൻ പറഞ്ഞു, അത്രയ്ക്ക് അഹങ്കാരമോ? എങ്കിലവനെ പിടിച്ചു കെട്ടിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ സുശക്തമായൊരു സൈന്യത്തോടുകൂടി വാനരനെ ബന്ധിക്കാനായി പുറപ്പെട്ടു. ഹനുമാനെ കണ്ടപ്പോൾ താൻ കൊന്ന വിവിധന്റെ കൂട്ടത്തിൽ വല്ല കുരങ്ങന്മാരുമായിരിക്കുമോ എന്ന് ബലരാമൻ ചിന്തിച്ചു. എന്തായാലും ഇവനോട് നേരിടുക തന്നെ. ഹനുമാനും ബലരാമനും തമ്മിൽ നടന്ന ഭയങ്കരമായ യുദ്ധത്തിൽ ബലരാമൻ ഹനുമാന്റെ അടിയേറ്റ് ആകെ അവശനായി തളർന്നു വീണു. ആ വാർത്ത കേട്ട് ദ്വാരക മുഴുവൻ പേടിച്ചു. അതിബലവാനായ ബലരാമനെ വീഴ്ച പ്രതിയോഗി എന്തായാലും നിസ്സാരനായിരിക്കില്ലെന്ന് ബോധ്യമായപ്പോൾ വിവരം ശ്രീകൃഷ്ണനെ അറിയിച്ചു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട ശേഷം ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവൻ നിസ്സാരനായ ഒരു കുരങ്ങനല്ലെന്ന് തീർച്ചയാണ്. മഹാസമുദ്രം ചാടിക്കിടന്ന് ലങ്കയിലെത്തി അവിടെ മുഴുവൻ ചുട്ടുകരിച്ച ശിവാംശ സംഭൂതനായ ഹനുമാനാണ്. അതുകൊണ്ടാണ് ജ്യേഷ്ഠനെ പോലും അവൻ തോൽപ്പിച്ചത്. ശ്രീരാമനല്ലാതെ മറ്റാരോടും അവന് ഭക്തിയോ ബഹുമാനമോ ഉണ്ടാകില്ല. അതിനാൽ കൃഷ്ണനായി ഞാൻ അവൻ്റെ മുൻപിൽ ചെന്നാൽ അവൻ എന്നെയും പരാജയപ്പെടുത്തും. ശ്രീരാമൻ്റെ വേഷത്തിൽ മാത്രമേ അവൻ്റെ അടുത്ത് പോകാനാകൂ. കൂടെ സീതയും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ അടുത്തു നിന്നിരുന്ന ഭാമയെ നോക്കി പറഞ്ഞു, സത്യഭാമേ, എൻ്റെ പത്നിമാരിലെല്ലാം കൊണ്ടും യോഗ്യതയുള്ളവളാണ് നീ. അതുകൊണ്ടു ഉടനെ നീ സീതയാകണം. ഞാൻ ശ്രീരാമനും ആകുന്നതാണ്. സീതാസമേതനായ ശ്രീരാമനെയാണ് അവൻ അവസാനമായി കണ്ടിട്ടുള്ളത്. ഹരേ കൃഷ്ണ.